നിശബ്ദനായ കൊലയാളിയെ പോലെ ഈ വൈറസുകൾ നമ്മളെ മുന്നോട്ട് പോകുന്ന വഴിക്ക് പാതയിൽ നമ്മുടെ ആയുസിന്റെ ദൈർഘ്യം കുറച്ചുകൊണ്ട് രോഗാവസ്ഥയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്നും സി എന്നും പറയുന്നത് ഇതിപ്പോൾ ഒരു മേജർ ഗ്ലോബൽ ഹെൽത്ത് ത്രെട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ പലരും ഈ രോഗബാധിതരായിട്ട് തന്നെയാണ് നമ്മളുടെ കൂടെ നടക്കുന്നത്. രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ കാണപ്പെടുന്നില്ലെങ്കിലും നിശബ്ദനായ കൊലയാളിയെ പോലെ ഈ വൈറസുകൾ നമ്മളെ മുന്നോട്ട് പോകുന്ന വഴിക്ക് പാതയിൽ നമ്മുടെ ആയുസിന്റെ ദൈർഘ്യം കുറച്ചുകൊണ്ട് രോഗാവസ്ഥയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഈ രോഗവിവരം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗവിവരത്തിന് പ്രതിരോധമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം. രോഗം ഇല്ല എന്ന് കണ്ടുപിടിക്കുന്ന നെഗറ്റീവ് സ്ക്രീനിങ്ങിലുള്ള ഒരാൾ ഞാൻ സുരക്ഷിതനാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിനേഷൻ വെച്ചിരിക്കുന്നത്, പ്രിവെൻഷൻ. അതേസമയം രോഗാവസ്ഥ കണ്ടുപിടിക്കുന്ന ആൾക്കാരെ ട്രീറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാനായിട്ട് വൈറൽ ലോഡ് അസസ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. ചെറിയ വൈറൽ ലോഡാണ് ലോ റിസ്കിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നും നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്കല്ല കൊണ്ടുവന്നത്. അവർക്ക് സപ്പോർട്ടീവ് തെറാപ്പിയിൽ വീണ്ടും കൂടുതൽ ഡാമേജ് വരുത്താവുന്ന അവസ്ഥകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതശൈലി അവലംബിക്കാൻ അവരോട് അഡ്വൈസ് ചെയ്യുന്നു. അപ്പോൾ രോഗാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വൈറൽ ലോഡ് എസ്റ്റിമേറ്റ് ചെയ്ത് അത് നല്ല ഹൈ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ പോളിസി. 2019 കണക്കനുസരിച്ച് 296 മില്യൺ ബി ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ക്രോണിക് അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ ദൈർഘ്യമേറിയ രോഗാവസ്ഥയാണ്. അതുപോലെ 58 മില്യൺ സി ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ ഇടയിലുണ്ട്. ഇത് ക്രോണിക് അവസ്ഥ വന്നിട്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് അവരെ, അല്ലെങ്കിൽ ആക്സിഡൻ്റലായിട്ട് വന്നു കഴിഞ്ഞ് സ്ക്രീൻ ചെയ്യുമ്പോഴാണ് പലരെയും നമ്മൾ ഈ രോഗാവസ്ഥ ഇത്രയും അവസ്ഥയിലായിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഏർലി ഡിറ്റക്ഷൻ, അത് ബൈ സ്ക്രീനിങ്, ആ സ്ക്രീൻ ചെയ്തിട്ട് അടുത്ത് ചെയ്യേണ്ട ഡയറക്ഷനിലേക്ക് നമ്മൾ പോവുക എന്ന് പറയുന്നത്. അത് പൊതുജനങ്ങൾക്കെല്ലാം അവബോധം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പോൾ നമ്മുടെ UAP ഷെഡ്യൂളിൽ സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ്പ് സ്കീമിൽ തന്നെ നമ്മൾ ഈ വാക്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം റിസ്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരിലും ഈ വാക്സിനേഷൻ എടുക്കാൻ നിർബന്ധിതമാക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, ഫോറിൻ ട്രാവലിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ചില വാക്സിനേഷൻ നിർബന്ധം, മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റുഡൻസ് ആയിട്ട് പോകുന്ന ആൾക്കാരെ എല്ലാം നിർബന്ധിതമായിട്ടും നമ്മൾ ഈ വാക്സിനേഷന് എടുത്തിട്ട് തന്നെ പോകാൻ അഡ്വൈസ് ചെയ്യുകയാണ്. പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പോകുന്ന ആൾക്കാർ, ദൂരസ്ഥലങ്ങളിൽ വീട്ടിൽ നിന്ന് മാറി നിന്ന് മറ്റ് സമൂഹവുമായിട്ടൊക്കെ ഇടപെട്ട് ജീവിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വാക്സിനേഷൻ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ്, ട്രാവലിൻ്റെ ഹിസ്റ്ററികളൊക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രീതിയായിരിക്കും ഈ ഹെപ്പറ്റൈറ്റിസ് പ്രിവെൻഷൻ അഥവാ എലിമിനേഷൻ എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവലംബിക്കേണ്ട ഒരു അഡ്വൈസ് തരാൻ ആഗ്രഹിക്കുന്നു. വാക്സിൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ UAP ഷെഡ്യൂളിൽ മാത്രമേ നമ്മൾക്ക് ഫ്രീ ആയിട്ട് വാക്സിൻ, അതായത് നമ്മളുടെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് മാത്രമേ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ഇന്ന് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. മറ്റേത് നമ്മൾ വാങ്ങിയെടുക്കുന്ന രീതിയിലാണ് പോകുന്നത്. സംഘടനകളായിട്ടുള്ള അസോസിയേഷൻ ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈ റിസ്ക് ആയിട്ടുള്ള പീപ്പിളിൽ നമ്മുടെ ആശുപത്രിക്ക് നമുക്ക് വാക്സിൻ തന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേസമയം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ വാങ്ങിച്ചെടുക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. അഡൽട്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് എടുക്കുന്ന സംവിധാനം നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ റിസ്കിൽ ഇടപെടുന്ന എല്ലാ ആൾക്കാരും തന്നെ, റിസ്ക് ആയിട്ടുള്ള എക്സ്പോഷറുകൾ വരുന്ന ആൾക്കാരെല്ലാം തന്നെ നെഗറ്റീവ് സ്ക്രീനിങ് ഉള്ളവരാണെങ്കിൽ നമ്മൾ വാക്സിൻ വാങ്ങിയെടുക്കാൻ തന്നെയാണ് അഡ്വൈസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, റിസ്ക് എക്സ്പോഷർ വരുന്ന ഞാൻ പറഞ്ഞ തരത്തിലുള്ള രീതികളിലുള്ള വർക്കുകളിലുള്ള ആൾക്കാരെല്ലാം തന്നെ കുത്തിവയ്പ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരോടും തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള ആളറിയാതെ നമ്മളുടെ ഇടയിൽ തന്നെ ആൾക്കാരുള്ളതുകൊണ്ട്, നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് പോകുന്നതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി കോൾഡ് ചെയിനിൽ അഥവാ സുരക്ഷിതമായ ശീതീകരണ ശൃംഖലയിൽ സംരക്ഷിച്ചിട്ടുള്ള വാക്സിനുകൾ നമ്മൾക്ക് പുറത്ത് മെഡിക്കൽ ഷോപ്പുകളിൽ വാങ്ങുവാൻ കിട്ടും. അത് ഉത്തരവാദിത്തമുള്ള സ്റ്റോറുകളിൽ നിന്ന് വാങ്ങി നമുക്ക് അടുത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വാക്സിനേഷൻ എടുക്കുന്നതായിരിക്കും. അതോടൊപ്പം സന്നദ്ധ സംഘടനകളോ മറ്റോ നമ്മൾക്ക് ക്യാമ്പുകളൊക്കെ അറേഞ്ച് ചെയ്ത് മാസ് വാക്സിനേഷൻ പോലെ നടത്തുന്ന പ്രോഗ്രാമുകൾ നടത്തിയാൽ, പ്രത്യേകിച്ച് റിസ്ക് കൂടുതലുള്ള ഗ്രൂപ്പുകൾക്ക് സമൂഹത്തിൽ നടത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പേരെയും പ്രതിരോധ അവസ്ഥയിൽ സംജാതമാകുന്നതിന് സഹായിക്കുന്നതായിരിക്കും.